ഹലോ മുത്തുമണികളെ, ഇതെല്ലാം ഉണ്ട് വിശേഷങ്ങൾ. ഞാൻ വരണ വഴിയിൽ ചിക്കൻ വാങ്ങിച്ചു. ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ എല്ലാം പെരക്കി പറക്കി ഒക്കെ വെച്ചാൽ രാവിലെ ചോറങ്ങ് വെച്ചാൽ മതിയല്ലോ. പിന്നെ കുറച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ അതിന് വേറെ ബീഫൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പുകൾ. ഇതെല്ലാം ഉണ്ട് വിശേഷങ്ങൾ. ഞാൻ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളെ കമല സുരയ്യയുടെ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു കഥയാണത്. അതായത് കമല സുരയ്യയുടെ കഥാപാത്രമാണ്. കമല സുരയ്യയുടെ കഥയല്ല, കഥാപാത്രത്തിന് ഇങ്ങനെയായിരുന്നു. അതായത് പുള്ളിക്കാരിക്ക് ഒരു ആണിനോടൊരു ഇഷ്ടം തോന്നി. ആണെന്ന് പറയുന്നത് ഇൻ്റർകാസ്റ്റാണ്. അപ്പം ആണിനോട് ഇഷ്ടം തോന്നി. പുള്ളിക്കാരി ആ പുള്ളിക്കാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ പുള്ളിക്കാരന് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി സ്വന്തം മതം ഉപേക്ഷിച്ച് പുള്ളിക്കാരൻ്റെ മതം സ്വീകരിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വേറെ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ പുള്ളിക്കാരൻ ഈ സ്ത്രീയെയും കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പുള്ളിക്കാരി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പുള്ളിക്കാരി മതം മാറി അങ്ങനെ പുള്ളിക്കാരൻ്റെ ഒപ്പം വന്നു. പക്ഷേ ഈ മുസ്ലിങ്ങളാണോ അങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ആണുങ്ങളൊക്കെയും തന്നെ അവനെ ആദ്യമായി അവൻ ആദ്യമായി അറിഞ്ഞ ഒരു സ്ത്രീ, അല്ലെങ്കിൽ അവൻ ആദ്യമായി ഒരു കുഞ്ഞിനെ കൊടുത്ത ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഭയങ്കരമായ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി ആ വ്യക്തിയുടെ എത്ര തന്നെ വൈരാഗ്യോദ്ദേശം തോന്നിയാലും ആ പുള്ളിക്കാരന് കൗതുകം തോന്നുന്നിടത്തൊക്കെ അവൻ ചെന്ന് വീഴും. അങ്ങനെ കൗതുകങ്ങൾ കഴിഞ്ഞാലും അവനെ ഓടിയെത്താനായിട്ട് ശ്രമിക്കുന്നത് എവിടെയായിരിക്കും? അവൻ്റെ ഭാര്യയുടെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ഈ പുള്ളിക്കാരിയെ വിട്ടിട്ടൊന്നുമില്ല, പുള്ളിക്കാരിക്ക് ചിലവിനൊക്കെ കൊടുക്കും. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ എന്താക്കി? ഭാര്യയോടൊപ്പം പോയി. അപ്പോൾ ഭാര്യയോടൊപ്പം പോയത് ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിൻ്റെ ഭാര്യയോടൊപ്പം ചെന്ന് കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ ഞാൻ നിനക്ക് അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വാഗ്വാദമായി. ആ വാഗ്വാദം പിന്നീട് അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചിട്ടും പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല? പുള്ളിക്കാരൻ്റെ ഭാര്യയെ വിട്ട് ഇവരോടൊപ്പം ജീവിതം നയിക്കാൻ അയാൾ തയ്യാറല്ല. എന്നാൽ ഇവരെ ഉപേക്ഷിക്കാനും പുള്ളിക്കാരൻ തയ്യാറല്ല. പുള്ളിക്കാരന് ഇവരും വേണം അവരും വേണം. പക്ഷെ ഒരു പടി മുകളിൽ ആരായിരിക്കണം? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ആണുങ്ങളും അവരാദ്യമായി അറിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, ഇനി അവർക്കിനി എന്തൊക്കെ കുറവുകളുണ്ടായാലും ഒരാണ് ആദ്യമായി അറിയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ആ ആണിന് വളരെ പ്രിയപ്പെട്ടവൾ ആയിരിക്കും. അതുപോലെ അവൻ്റെ കുഞ്ഞിനെ ആദ്യമായി ചുമന്നവൾ, അവനൊരു കുഞ്ഞിനെ ആദ്യമായി കൊടുത്തവൾ ഒക്കെ എന്താണ്? വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അവൻ്റെ ബന്ധങ്ങളിൽപ്പെട്ടതാണ്. അപ്പം ആ ഒരു കഥ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ ഓരോ മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇടനാഴികളിലൂടെ ഇറങ്ങിച്ചെന്ന് കഥകൾ എഴുതുന്ന ഒരു കഥാകാരിയായിരുന്നു ആര്? നമ്മുടെ കമല സുരയ്യ. പിന്നീട് അവരുടെ ജീവിതവും ഒരു കഥ പോലെയാണ് നമ്മൾ വായിച്ചു തീർത്തത്. ഒടുവിൽ അവരുടെ മരണവും ഒക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ച കുറേ കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാകാരിയാണ് കേട്ടോ നമ്മളെ കമല സുരയ്യ എന്ന് പറയുന്ന ആമി.